വലിയ ഗുണമുള്ള പരിപാടി ഒന്നല്ല. ലാലേട്ടൻ ആ പരിപാടിയിൽ വന്നത് തന്നെ എനിക്ക് അത്ര വലിയ പിടിച്ചിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ പരിപാടിക്ക് വേണ്ടിട്ട് വന്നതെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ഇഷ്ടം ജാസ്മിൻ കപ്പടിക്കുന്നൊന്നുമില്ല, കാരണം ജാസ്മിന് ജിൻഡോ ജയിക്കുന്നതോ. ജാസ്മിനെ ഇഷ്ടം ജിൻഡോ ജയിക്കുന്നതാണ്. ഇത് എനിക്ക് തോന്നുന്നു ഗബ്രി കൺഫ്യൂസ്ഡ് ആയിരിക്കും ജാസ്മിനെ. അവൾക്ക് പുറത്ത് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് വെച്ചിട്ട് അവിടെ വന്നിട്ട് അവൾക്ക് തല്ല് മീൻസ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ കുറെ തോന്നിയിട്ടുണ്ട്. ജാസ്മിനെ പോലുള്ള അവരുടെയൊക്കെ ഭയങ്കര വെറുപ്പിക്കലാണ്. നല്ല രസമാണ് കാണാന്. എനിക്ക് ഇഷ്ടമല്ലാന്ന് പറയുന്നത് ജാസ്മിൻ. ചേട്ടനോട് ഒരാള് ചൊറിഞ്ഞിട്ട് വരികയാണെച്ചെങ്കിൽ ചേട്ടൻ എങ്ങനെ പ്രതികരിക്കുക? അതന്നെയാണ് അവൻ ചെയ്തിട്ടുണ്ടാവുള്ളൂ എന്ന് ഞാൻ വിചാരിക്കണം. ഇല്ല കോമൺ സെൻസ് ഇല്ലാത്തൊരു മനുഷ്യനാണ്, ഒട്ടും ഇല്ലാത്തൊരു മനുഷ്യനാണ്. അയാൾക്ക് എങ്ങനെയാണ് ആക്ച്വലി നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ ഇത്രയും പൊട്ടന്മാരാണെന്ന് വിചാരിക്കുന്നത്. കാരണം ഒരു ഇത്തിരി ക്വാളിറ്റി പോലും ഇല്ലാത്ത ഒരാൾക്ക് ഇത്രയും വോട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ എന്ത് മാനിച്ചിട്ടാണ് വോട്ട് കൊടുക്കുന്നതാണ് ചിന്തിക്കുന്നത്. ആ പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? വലിയ ഗുണമുള്ള പരിപാടി ഒന്നല്ല. ലാലേട്ടനെ കുറിച്ചാ? ലാലേട്ടൻ അടിപൊളിയാ, പക്ഷെ ആ മറ്റേ ഷോ ഹോസ്റ്റ് ചെയ്യുന്നതോട് വലിയ അഭിപ്രായം വരുന്നില്ല. ലാലേട്ടൻ ആ പരിപാടിയിൽ വന്നത് തന്നെ എനിക്ക് അത്ര വലിയ പിടിച്ചിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മറ്റേ സൗത്ത് ഇന്ത്യയിലും മറ്റേ നോർത്ത് ഇന്ത്യയിലൊക്കെ അടിപൊളിയായിട്ട് നടത്തിയിരുന്ന സ്ഥാനത്തിലേക്ക് ഇയാള് എന്തിനാണ് കൂതറ പരിപാടിക്ക് വേണ്ടിട്ട് വന്നതെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചോദിച്ചാൽ നല്ല പ്രോഗ്രാമാണ്. ആരെയാണ് അതില് ഇഷ്ടമുള്ളത്? എനിക്ക് ജാസ്മിനെയാണ് ഇഷ്ടം. ജാസ്മിനെ ഇഷ്ടം. എന്താ റീസൺ? ആൾക്ക് എല്ലാം തുറന്നു പറയാനുള്ള ധൈര്യമുണ്ട്, ആരായാലും തുറന്നു പറയാനുള്ള ധൈര്യമുണ്ട്. അവളായിട്ട് നിൽക്കുന്നുണ്ട്, അത്രയാണ്. അതിൽ ആരെയാണ് നിങ്ങൾക്ക് ഇഷ്ടം? എനിക്ക് ഇഷ്ടം വരുന്നത് ജിൻഡപ്പനെയാണ്. എന്താ റീസൺ? എന്താണ് ഇഷ്ടപ്പെടാൻ? ജിൻഡപ്പൻ ജനുവനായിട്ട് കളിക്കുന്നുണ്ട്, ആള് ഒറ്റയ്ക്കും തന്നെ കളിക്കുന്നേ. അങ്ങനെ ഇഷ്ടമല്ലാത്ത ആരുമില്ല, അവരൊക്കെ അവരുടെ രീതിക്ക് കളിക്കുന്ന അത്രേ ഉള്ളൂ. ബിഗ് ബോസ് കാണാറുണ്ടോ? അതിനെപ്പറ്റി എന്താ അഭിപ്രായം? എന്താ? നല്ല അഭിപ്രായമാണ്. ഏറ്റവും ഇഷ്ടം? ജാസ്മിൻ. ഇഷ്ടമല്ലാത്ത ഇഷ്ടമല്ല അങ്ങനെ ആയിട്ടില്ല. ജാസ്മിൻ ഇഷ്ടപ്പെടാൻ കാരണം എന്താ? അവളുടെ ക്യാരക്ടർ. ഇപ്പൊ ജാസ്മിൻ കപ്പടിക്കോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും? ജാസ്മിൻ കപ്പടിക്കുന്നൊന്നുമില്ല, കാരണം ജാസ്മിന് ജിൻഡോ ആണ് ഇപ്പൊ കുറച്ചും കൂടി എല്ലാരും വോട്ട് ചെയ്യുന്നത്. ആര് ജയിക്കുന്ന? ജിൻഡോ ജയിക്കുന്നതോ. ജാസ്മിനെ ഇഷ്ടം ജിൻഡോ ജയിക്കുന്നതാണ്. ഓക്കെ. പേരെന്തോ? ഗീതു. ജിൻഡോ വായിത്തൊന്നൊക്കെ വിളിച്ചു പറയുന്ന ഒരു കറക്റ്റ് നോറ പറഞ്ഞ പോലെ നിലപാട് ഇല്ല. ആ ഒരു നോറ ഇഷ്ടമാണ് വെച്ചാ കുഴപ്പമില്ല, പക്ഷെ നോറ എപ്പോഴും ഭയങ്കര ഇമോഷണൽ ആണ്, പെട്ടെന്ന് വീക്ക് ആവുന്ന കണ്ടസ്റ്റന്റ് ആണ്. ജാസ്മിൻ ഗബ്രീന്റെ ആ റിലേഷനെ കുറിച്ച് എന്താണ്? അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി ജാസ്മിന്റെ ഒരു വീക്കായിട്ട് വന്നത് തന്നെ ആ ഒരു ഇതാണ്. ഇത് എനിക്ക് തോന്നുന്നു ഗബ്രി കൺഫ്യൂസ്ഡ് ആയിരിക്കും ജാസ്മിനെ. പിന്നെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുമ്പോ അവൾക്ക് പുറത്ത് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് വെച്ചിട്ട് അവിടെ വന്നിട്ട് അവൾക്ക് റിലേഷൻഷിപ്പ് എപ്പോഴും നമുക്ക് മാറാം, ഒരാൾ തന്നെ ആവണമെന്നില്ല. ഇപ്പൊ അവൾക്ക് അവിടെ വന്നിട്ട് ഗബ്രീന്റെ അടുത്ത് എന്തെങ്കിലും ഇഷ്ടം തോന്നിട്ടുണ്ടെങ്കിൽ അതിന് തെറ്റ് പറയാൻ പറ്റില്ല, കാരണം മനുഷ്യന്മാരല്ലേ, മനുഷ്യന്മാർക്ക് എപ്പോഴും ഇഷ്ടങ്ങളൊക്കെ മാറി മറിഞ്ഞോണ്ടിരിക്കും. അതിലെ ആരെയാണ് കൂടുതൽ ഇഷ്ടം? നൂറനെ. റീസൺ? ഔട്ടായത് എന്തുകൊണ്ടാണ്? അങ്ങനെ ചോദിക്കരുത്, ഞാൻ റീൽസിലൊക്കെ ഷോർട്ട് വീഡിയോസ് മാത്രമേ കാണുള്ളൂ. ഭയങ്കര രസമൊക്കെ. ജാസ്മിനെ കുറിച്ച് എന്താ അഭിപ്രായം? ജാസ്മിൻ എനിക്ക് പണ്ട് വലിയ ഇഷ്ടമാണ്. ആള് ബ്യൂട്ടി വ്ലോഗർ. അപ്പൊ ആള് ചിലപ്പം ഇപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും എന്താ പറയാ, ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് ചിലപ്പോ ആരെങ്കിലും കൂടെ വേണമെന്നുള്ളത്, അതുകൊണ്ട് അവരങ്ങനെ നിൽക്കും. അത്ര ജാസ്മിൻ റിലേഷനെ കുറിച്ച് അതൊന്നും എനിക്ക് അതൊക്കെ അവരുടെ ഒരു പേഴ്സണൽ. ഞാൻ ആകെ ഒരു 1.5 ആഴ്ച കണ്ടിട്ടുള്ളൂ, പിന്നെ കണ്ടിട്ടില്ല. അല്ല, ആര് വിന്നർ ആവണമെന്നാ? ജിൻഡപ്പൻ. വേറെന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടോ ആ പരിപാടിയിൽ? ചെയ്തിട്ടില്ല. ഭയങ്കര തല്ല് മീൻസ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ കുറെ തോന്നിയിട്ടുണ്ട്. ഒന്നുമില്ല, അതൊക്കെ ഓരോ ഷോ അല്ലേ, അവർക്ക് റേറ്റിംഗ് കിട്ടാൻ അത്രേ ഉള്ളൂ. ആ ഒരു പരിപാടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? കുഴപ്പമൊന്നുമില്ല, നല്ല പരിപാടിയാണ്. പക്ഷെ ചില ജാസ്മിനെ പോലുള്ള അവരുടെയൊക്കെ ഭയങ്കര വെറുപ്പിക്കലാണ്. അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. എന്നാലും ഓക്കെയാണ് പരിപാടി, നല്ല രസമാണ് കാണാന്. വെറുപ്പിക്കലല്ല, അത് നമുക്ക് വെറുപ്പിക്കലായി തോന്നാണ്. അവർക്ക് റീച്ചും കാര്യങ്ങളും കിട്ടാൻ ഓക്കെയാണ്, പക്ഷെ കാണാൻ നമുക്കൊരു ചെറിയ ലാഗും കാര്യങ്ങളായിട്ട്. ഇപ്പൊ ബിഗ് ബോസിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ജിൻഡോ ചേട്ടനാണ് ഇഷ്ടം. ആരെയും ഇഷ്ടമല്ലാതെ ആരെയാണ്? എനിക്ക് ഇഷ്ടമല്ലാന്ന് പറയുന്നത് ജാസ്മിൻ. ആര് ജയിക്കുന്ന ബിഗ് ബോസിൽ? ജിൻഡോ ചേട്ടൻ തന്നെ ജയിക്കും.
ഈ സീക്രട്ട് ഏജന്റിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? പുറത്തു നിന്നൊരു അഭിപ്രായം പറഞ്ഞിട്ട് പുള്ളി അകത്ത് വന്നപ്പോ എല്ലാം മാറ്റി വേറൊരു ഇതിലേക്ക് വന്നല്ലോ. അത് ശരിയാണ്. സായി വിചാരിച്ച് അത്യാവശ്യം ഗെയിം കളിക്കുന്നതാണ് വിചാരിച്ചത്. ജാസ്മിനൊക്കെ എന്തൊക്കെ ചെയ്യുന്നൊക്കെ കൊണ്ടാണ് വന്നത് ഗെയിമിലേക്ക്. പിന്നെ ആള് അവിടെ വന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ കുറെ വയ്യാണ്ടിരുന്നു. അത് പുള്ളി ആക്ട് ചെയ്താണോ അല്ലെങ്കിൽ? ആക്ടിങ് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും ഉണ്ട് പെയിനും കാര്യങ്ങളും ഒക്കെ. അത് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ആളെ ഇങ്ങനെ ഒരു പെയിൻ ആക്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ലല്ലോ. അയാൾക്ക് വന്നിട്ട് ഗെയിം കളിക്കായിരുന്നു, പക്ഷെ കളിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ലാസ്റ്റ് ഒരു ഇതില് ഇങ്ങനെ മാറി മറിയണെങ്കിൽ ആർക്ക് നമുക്ക് ലാസ്റ്റ് അങ്ങനെ മാറി മറിയാണെങ്കിൽ മേ ബി ചിലപ്പോ അഭിഷേകിന് കിട്ടും. അഭിഷേകം അതില് മത്സരാർത്ഥികള് ഓരോരോ ടാസ്ക് കൊടുക്കുന്നുണ്ട്. അത് നല്ലതാണോ അല്ലെങ്കിൽ ടാസ്ക് വലിയ കുഴപ്പമില്ലാത്ത പോലെ നമ്മള് വിചാരിക്കുന്നുണ്ട്. എന്നാലും അത്രയ്ക്കാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടാസ്ക് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ മോനെ മടിച്ചിട്ട് പോയി ഫസ്റ്റത്തെ മറ്റേ ഗെയിമില് ഒരു മറ്റേ ഇതിലിങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണുമ്പോ മോന്തിക്ക് അടിച്ചിട്ട് പോയി. അത് പറഞ്ഞിട്ട് ഫസ്റ്റ് മറ്റേ ആകെ വിപ്ലവവും കാര്യങ്ങളൊക്കെ ഉണ്ടായില്ലേ, നമ്മളെ ചൊറിഞ്ഞുമ്പോ ആരെയാലും മോന്തിക്കടിക്കും നമ്മൾ വിചാരിക്കണത്. അദ്ദേഹത്തിന്റെ ഫാനാണോ? ആരാ? മോഹൻലാലിന്റെ അല്ല, ഇടിച്ചില്ലേ? അയാള് നമുക്ക് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് തന്നെ ഞാൻ ഇതിന്റെ ഓപ്പൺ ആയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇത് കാണാറില്ല. നമുക്കൊരാളുടെ ഫാൻസും മറ്റേ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മളൊരു ആള് ഇപ്പൊ ചേട്ടനോട് ഒരാള് ചൊറിഞ്ഞിട്ട് വരികയാണെന്ന് വെച്ചാൽ ചേട്ടൻ എങ്ങനെ പ്രതികരിക്കുക, അതന്നെയാണ് അവൻ ചെയ്തിട്ടുണ്ടാവുള്ളൂ എന്ന് ഞാൻ വിചാരിക്കണം. ഈ പരിപാടി വേണോ അല്ലെങ്കിൽ വേണ്ടേ? അവരൊക്കെ അവരൊക്കെ ഒരു ഇഷ്ടമാണല്ലേ. നമ്മളിപ്പോ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അത് നിർത്താനൊന്നും പോണമെന്നില്ല. ഒരു പൊതുസമൂഹത്തിന്റെ ഒരു ഒപ്പീനിയൻ വെച്ച് നോക്കുമ്പോ പൊതുസമൂഹത്തിനെ കുറിച്ചിട്ട് ഒപ്പീനിയൻ വിചാരിച്ചിട്ട് ഇവര് ഇതെല്ലാവരും കാണുന്ന ആൾക്കാരാണെച്ചെങ്കിൽ പല ആൾക്കാരും പല രീതിയിലാണ്. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്കത് താല്പര്യമില്ല. പരിപാടി ടോട്ടലി കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ലാലേട്ടനെ കുറിച്ച് എന്താ അഭിപ്രായം? അതിൽ ലാലേട്ടൻ മാസല്ല, ലാലേട്ടൻ തകർത്തുണ്ട്. ഇത് ആറാടുകയാണ്. അതിനെന്താ അഭിപ്രായം പറയണത്? ഓക്കെ. അല്ല, പുള്ളി ആങ്കർ ചെയ്യണ ആ ഒരു രീതി, ആ ഒരു കുറിച്ച് എന്താണ്? നല്ല ആങ്കറിങ്, കുഴപ്പമൊന്നുമില്ല. ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ പൊതുവെ നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രാജമാണിക്ക് ഒന്നുമല്ല. ജിൻഡോനെ കുറിച്ച് അറിയാം? ജിൻഡോ അറിയാം, പക്ഷെ ചെറിയൊരു പോലെ പിന്നെ അതേപോലെ ഈ ജാസ്മിന്റെ ചില സമയത്തുള്ള ഒരു കാട്ടായ കണ്ടിട്ടല്ലേ? കണ്ടിട്ടുണ്ടെങ്കിൽ എന്തോ നമ്മളെ രാത്രി കുട പിടിക്കുന്നൊക്കെ പറയില്ല. ആക്ച്വലി ഗബ്രി അവളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. ഗബ്രി അവന്റെ പോയിന്റ് എന്താന്നുള്ളത് കറക്റ്റ് ആക്കിയിട്ടില്ല. എന്താണ് ഇഷ്ടം അത് പറഞ്ഞിട്ടില്ലല്ലോ. ആരാണ് അതിൽ ഇഷ്ടമല്ലാത്തത്? എനിക്കിഷ്ടമല്ലാത്തത് ജിൻഡോയാണ്. റീസൺ എന്താ, ആൾക്ക് എന്താണ് ആള് പറയുന്നതെന്ന് പോലും ആൾക്കറിയില്ല. ഒരു കോമൺ സെൻസ് ഇല്ല, കോമൺ സെൻസ് ഇല്ലാത്തൊരു മനുഷ്യനാണ്, ഒട്ടും ഇല്ലാത്തൊരു മനുഷ്യനാണ്. അയാൾക്ക് എങ്ങനെയാണ് ആക്ച്വലി നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ ഇത്രയും പൊട്ടന്മാരാണെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഒരു ഇത്തിരി ക്വാളിറ്റി പോലും ഇല്ലാത്ത ഒരാൾക്ക് ഇത്രയും വോട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ എന്ത് മാനിച്ചിട്ടാണ് വോട്ട് കൊടുക്കുന്നതാണ് ചിന്തിക്കുന്നത്. വെറും ഒരു ബോഡി ബിൽഡർ മാത്രമേ അത്രേ ഉള്ളൂ. പിന്നെ അവിടെ ഇവിടെയും പോയിട്ട് എന്തൊക്കെയോ പറയുന്നു, ആൾക്കാരെ തമാശയായിട്ട് എടുക്കുന്നു, അത്രേ മാത്രമേ ഉള്ളൂ അയാൾക്ക്. അർജുൻ നല്ലൊരു മനുഷ്യനാണ്, ആളായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇമേജ് കോൺഷ്യസ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ആളുടെ ഒരു എല്ലാ ഇമോഷൻസും പുറത്ത് കാണിക്കുന്നില്ല. അർജുൻ ശ്രീതു എനിക്കറിയില്ല കറക്റ്റ് എന്താ അവരുദ്ദേശിക്കുന്നത് എന്താണെന്നും കൂടി അറിയില്ല. എനിക്ക് അവരങ്ങനെ റിലേഷൻഷിപ്പ് അങ്ങനൊന്നും ആയിട്ട് തോന്നുന്നില്ല, ഫ്രണ്ട്സ് ആയിട്ടാണ് തോന്നുന്നത്. ജാസ്മിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? മുല്ലപ്പൂവാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, അതിലൊരു ജാസ്മിൻ ഉണ്ടല്ലോ, ഒരു ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഞാൻ കാണാറില്ല. ജാസ്മിനെ കുറിച്ചിട്ട് ആരാണെങ്കിലും റോസിനെ കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല. ശരി.